ദൈവനാഥയുടെ മഹത്വം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ട ഭവനത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്നത്തെ വചനചിന്തയുള്ള ബന്ധത്തിൽ 3 യോഹന്നാൻ അതിൻ്റെ 1-ാമത്തെ 1-2 വാക്യം നമുക്ക് വായിക്കാം. 3 ജോൺ വേഴ്സ് 1 and 2. 3 യോഹന്നാൻ. ഇതൊരു പേഴ്സണൽ, വ്യക്തിപരമായിരിക്കുന്ന ഒരു ലേഖനമാണ്. ഒരു സഭയ്ക്ക് എഴുതിയ എഴുത്തല്ല. നമുക്ക് 2 യോഹന്നാൻ വായിക്കുമ്പോഴും അവിടെ ഒരു സ്ത്രീക്ക് വേണ്ടി എഴുതുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ചിലർ പറയുന്ന സ്ത്രീ സഭയാണെന്ന്. പക്ഷേ അതിന് നമുക്കതിൽ അത് സഭയോടുള്ള ബന്ധത്തിൽ ഈ 2 ലേഖനങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ഇറ്റ് ഈസ് എ പേഴ്സണൽ ലെറ്റർ. വ്യക്തിപരമായിട്ട് അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ എഴുതിയ ലേഖനമാകുന്നു. താൻ ഈ ലേഖനം എഴുതുമ്പോൾ തന്നെ അവിടെ പരിചയപ്പെടുത്തുന്നത് മൂപ്പനായ ഞാൻ എന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായിട്ട് അവിടെ ആർക്ക് വേണ്ടി എഴുതുന്നു ചോദിച്ചാൽ ടു ദ ബിലവഡ് ഗായസ്, പ്രിയ ഗായോസിന് എഴുതുന്നു എന്നാണ് ആ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നീ ശുഭമായും സുഖമായും ഇരിക്കുന്നു എന്നുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു ചെറിയൊരു വേദഭാഗത്തിൽ നിന്ന് നമുക്ക് അനേക കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ടുണ്ട്. ഞാൻ ഓർപ്പിച്ചല്ലോ, യോഹന്നാന് തന്നെ ഇവിടെ പരിചയപ്പെടുത്തിയാണ് ആസ് എൻ എൽഡർ, മൂപ്പൻ, ഒരു മൂത്ത സഹോദരൻ. അപ്പം നമ്മൾ ഓർക്കണം, ഇതൊരു സഭയോടുള്ള ബന്ധത്തിലല്ല താൻ എഴുതുന്നത്, ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിലാണ് താൻ ഈ ലേഖനം എഴുതുന്നത് എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. ഒരു സഭയോടുള്ള ബന്ധത്തിൽ മൂപ്പൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സഭയിൽ മൂപ്പന്മാരുണ്ട്. എന്നാൽ ഭവനത്തോടുള്ള ബന്ധത്തിൽ ഒരു മൂപ്പൻ എന്ന് പറയുമ്പോൾ ഒരു മൂത്ത സഹോദരൻ എന്നുള്ള നിലയിൽ നാം ഈ വേദഭാഗത്തെ കാണേണ്ടത് വളരെ അത്യാവശ്യമാവുന്നു. എബ്രായ ലേഖനത്തിലേക്ക് നാം കണ്ണുകൾ ഓടിക്കുമ്പോൾ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നതാണ്, വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരുള്ളത് അല്ലേ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, എബ്രായ ലേഖനത്തിലൂടെ പറഞ്ഞിരുന്നത് സഹോദരന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ സഹോദരന്മാർ. ആരാ വിളിച്ചിരിക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് വിളിച്ചിരിക്കുന്നത്. മനുഷ്യരാരും വിളിച്ച വിളിയല്ലത്. സഹോദരന്മാർ, വിശുദ്ധ സഹോദരന്മാർ എന്ന വിളിയെ എവിടുന്ന് വിളിച്ചിരിക്കുകയാണ്? സ്വർഗത്തിൽ നിന്നുള്ള വിളിയാണ് വിശുദ്ധ സഹോദരന്മാരെ. എഫെസ്യർ 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 2:19, നാം ഇപ്പോൾ അന്യരും പരദേശികളുമല്ല, പിന്നെ ആരാണ്? ദൈവത്തിന്റെ ഭവനക്കാർ. വി ബിക്കം ദ ഫാമിലി ഓഫ് ഗോഡ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നാം ഒരു കുടുംബത്തിൽ, ഒരു ഭവനത്തിൽ നമ്മൾ ഒന്നിച്ച് ഒരു കൂട്ടായ്മ അനുഭവിക്കുമ്പോൾ നാം ഒരു ഭവനമായുള്ള നിലയിൽ നമുക്ക് ചിന്തിക്കാം ഈ വേദഭാഗത്തെ. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, നാം എല്ലാവരും ആരാകുന്നു? ദൈവ ഭവനത്തിലുള്ളവരാകുന്നു. വി ആർ നോട്ട് നാം അന്യരും പരദേശികളുമല്ല, പിന്നെ ആരാകുന്നു? നാം ദൈവത്തിൻ്റെ ഭവനത്തിലെ മക്കളാകുന്നു എന്നാണ്, ദൈവഭവനമാകുന്നു എന്നാണ് എഫെസ്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവൻ അധികാരം തന്നു. അപ്പം സഹോദരന്മാരെന്ന് നാം പറയുമ്പോൾ നാം എല്ലാവരും ആരാകുന്നു? ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് അവിടെ പറഞ്ഞു, ആരാണ് മക്കള്? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായിട്ട് അംഗീകരിച്ചായിരിക്കുന്ന ഒരു വ്യക്തി, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിനെ അന്തരംഗത്തിൽ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച ഏതൊരു വ്യക്തിയും ആരാകുന്നു? ദൈവത്തിൻ്റെ പൈതലാകുന്നു. ഈ ദൈവത്തിൻ്റെ പൈതലായിരിക്കുന്ന എല്ലാവരും ആരാകുന്നു? ദൈവത്തിൻ്റെ ഭവനമാകുന്നു. അന്യോന്യം ആരാകുന്നു? സഹോദരങ്ങൾ എന്നാണ് അവിടെ വായിക്കുന്നത്. നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ കണ്ണിൽ ഓടിക്കുമ്പോൾ കൊലോസ്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നുണ്ട്, യേശു ക്രിസ്തുവിന്റെ പിതാവായിരിക്കുന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ അർത്ഥം എന്താണ്? പിതാവിനെ പറ്റി പറയുമ്പോൾ പൗലോസ് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ പിതാവാണ്.
ഈ യേശുക്രിസ്തുവിന്റെ പിതാവിനെ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ ആ പിതാവ് എൻ്റെയും പിതാവായിട്ട് മാറി. എത്ര അത്ഭുതമായ സംഗതിയാണ് അല്ലേ? നാം എങ്ങനെ ദൈവമക്കളായി തീർന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഓർക്കാൻ സാധിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്, മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ എന്താണ് കർത്താവ് യേശുക്രിസ്തു പ്രാർത്ഥിക്കാനായിട്ടും പഠിപ്പിക്കുന്നതാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. സ്വർഗത്തിലുള്ള ദൈവം ആരാകുന്നു? എൻ്റെ പിതാവാകുന്നു. ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിച്ച് കഴിയുമ്പോൾ യേശുക്രിസ്തുവിന്റെ പിതാവ് നമ്മുടെയും പിതാവായി മാറുകയാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ പിതാവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അബ്ബാ പിതാവേ, റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള ഒരു അവകാശം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതവസരത്തിലും അബ്ബാ പിതാവേ എന്ന് വിളിക്കാനായിട്ട്. അപ്പം നോക്കുക, നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പോൾ നമ്മൾ ഓർക്കണം, കുടുംബ ജീവിതത്തിൽ ഞാൻ ഒരു പ്രത്യേക സബ്ജക്റ്റാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. കുടുംബ ജീവിതത്തിൽ സഹോദര ബന്ധത്തിലുള്ള പ്രാധാന്യം. നമ്മുടെ മധ്യത്തിലെ സഹോദര്യ ബന്ധത്തിലുള്ള പ്രാധാന്യം എത്ര വലുതാകുന്നു എന്നുള്ളത് നാം ഒരിക്കലും മറക്കുവാൻ സാധിക്കത്തില്ല. പലപ്പോഴും നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പാളിച്ച ഇതാകുന്നു, സഹോദര ബന്ധം നഷ്ടപ്പെട്ട ഒരു നിലയാകുന്നു. അപ്പൊ നോക്കുക, ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിന്റെ പൈതലായി തീർന്നപ്പോൾ ഞാൻ ആരായി തീർന്നു? ഞാൻ നിങ്ങളുടെ ഓരോരുത്തരെയും ആരാണ്? സഹോദരനാണ്. ഓരോരുത്തരെയും സഹോദരനാകും. ഓക്കെ, പിന്നീട് നമ്മൾ കീപ്പെട്ട് വായിക്കുന്ന അവസരത്തിൽ ഇസ്രായേലിനെ പറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബുക്ക് ഓഫ് എക്സോഡസ്, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ മക്കൾ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ, പല പ്രാവശ്യം ഇസ്രായേൽ മക്കൾ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്യൂട്രോമിയെ ആവർത്തനം 1-ാം അധ്യായത്തിന് 31-ാം വാക്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഒരു പിതാവ് എങ്ങനെ തൻ്റെ മകനെ തോളിൽ വഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ എന്ത് ചെയ്തു? തോളിൽ വഹിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ഇസ്രായേൽ മക്കളുടെ പിതാവ് ദൈവമാകുന്നു എന്ന് ദൈവം തന്നെ അവിടെ പറയുകയാണ്. എന്നാൽ ഒരിക്കലും അവര് ദൈവത്തെ പിതാവ് എന്ന് അവർ വിളിച്ചിട്ടില്ല. നമുക്ക് യെശയ്യാ പ്രവചനം 64-ലും യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിലും ഇവിടെ 2 ഭാഗങ്ങളിലും പറയുന്നുണ്ട്, അതാണ് യഹോവയായിരിക്കും ദൈവം ഞങ്ങൾ നിങ്ങളുടെ പിതാവാകുന്നു എന്നുള്ളത്. അപ്പൊ നോക്കുക, ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്, ദൈവം നിങ്ങളുടെ ആരാണ്? പിതാവാകുന്നു. നിങ്ങൾ ആരാകുന്നു? ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞാൽ ദൈവമക്കളാകുന്നു എന്നുള്ള വസ്തുത ദൈവം അവിടെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ബ്രദർലി റിലേഷൻഷിപ്പ്, സഹോദര ബന്ധത്തിന് വളരെ പ്രാധാന്യം ഉണ്ട് എന്നുള്ള വസ്തുതയാവുന്നു നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ കീപ്പട്ട് ബുക്ക് ഓഫ് എക്സോഡസ്, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ 13-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവം പറയുന്നുണ്ട്, ഫറവോരാജാവിനോട് എന്ന് പറയുക, എന്താണ്? എൻ്റെ ആദ്യജാതനെ എന്ത് ചെയ്യാണ്? വിട്ടുതരിക. എന്നെ സേവിപ്പാൻ, എന്നെ ആരാധിപ്പാനായിട്ട് എൻ്റെ ആദ്യജാതനെ വിട്ടുതരിക. കാരണം എന്താണ്? ഇസ്രായേലിനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് എൻ്റെ ആദ്യജാതൻ എന്നാണ്. ഇസ്രായേലിനെ പറ്റി അവിടെ ദൈവം തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർക്കണം. അപ്പം ദൈവത്തിൻ്റെ ആദ്യജാതൻ, അപ്പോൾ ദൈവം ആരാണ്? അവരുടെ പിതാവാകുന്നു എന്ന് നമുക്ക് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കവിടെ കാണുന്നുണ്ട്, ആദ്യജാതനെ നമുക്കൊന്ന് വായിക്കാം.
13-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എനിക്കായി ശുദ്ധീകരിക്കാം. ആദ്യജാതനെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താണ്? വേർതിരിക്കുക. അവരോട് പറഞ്ഞു അല്ലേ? ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാല് വേർതിരിക്കുക, എനിക്കായി വേർതിരിക്കുക. അപ്പൊ നോക്കുക, ഭവനത്തിലുള്ള എല്ലാ ആദിജാതന്മാരും ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം? വേർതിരിക്കപ്പെട്ടവരാകുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. 1 തീമോഥെയോസ് 5-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യം കൂടെ വായിക്കാം. മൂത്തവനെ ഫൽസിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും സഹോദരികളെ പോലെ. നോക്കി, ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയുണ്ട്. സഹോദര ബന്ധം ഏത് നിലയിൽ നാം കാത്തു സൂക്ഷിക്കണം എന്നുള്ളത് നമ്മുടെ ബൈബിൾ തന്നെ പഠിപ്പിക്കുകയാണ്. ഭവനത്തിലെ മൂത്ത പുത്രൻ ആരാകുന്നു? പിതാവിന്റെ സ്ഥാനമുണ്ട്. ഭവനത്തിലെ മൂത്ത സഹോദരിക്ക് ആരുടെ സ്ഥാനമുണ്ട്? അമ്മയുടെ സ്ഥാനമുണ്ട്. ഇളയത്തുങ്ങളെ സഹോദരങ്ങളെ പോലെ കരുതണം. അപ്പൊ നോക്കുക, ദൈവത്തിന്റെ വചനം എപ്പോഴും റിലേഷൻഷിപ്പിന്, ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നാം ദൈവമക്കളായി തീർന്നപ്പോൾ നമുക്കും അന്യോന്യ ബന്ധത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു വാക്കുകൂടെ അതുകൂടെ പറഞ്ഞങ്ങ് പോകട്ടെ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇളയവരെ എങ്ങനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്? പൂർണ്ണ നിർമ്മലതയോടെ അല്ലേ? അപ്പോൾ നമ്മുടെ അസംബ്ലിയിലായിരിക്കുന്ന ഇളയ സഹോദരങ്ങളെ നാം ഏത് നിലയിലാണ് കാണേണ്ടത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ വചനം സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും കൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ തന്നെയല്ല, എല്ലാവരും ഇച്ചിരി ഒരു ആൻസർ പറയണം. അപ്പോൾ നമ്മുടെ അസംബ്ലിയിലുള്ളായിരിക്കുന്ന ഇളയ സഹോദരങ്ങളെ നാം ഏത് നിലയിലാണ് കാണേണ്ടത്? പൂർണ്ണ നിർമ്മലതയോടെ, ആ ഒരു കണ്ണുകളോടുകൂടെ നാം കാണുന്നുവെങ്കിൽ ഒരിക്കൽ നമുക്ക് തെറ്റിപ്പോകാനിട വരികയില്ല. ഏതായാലും ഞാൻ ആ ഭാഗം വിടട്ടെ. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സഹോദര ബന്ധം, വി ബിക്കം ദ ഫാമിലി ഓഫ് ഗോഡ്. നാം ദൈവത്തിന്റെ ഭവനമാകുന്നു. വിശുദ്ധ സഹോദരന്മാർ എന്നുള്ള വിളിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പോഴേ ഈ സഹോദര ബന്ധത്തിന് ദൈവത്തിന്റെ വചനം വളരെ പ്രാധാന്യം വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മൂത്തവനെ എങ്ങനെ എണ്ണണം? അപ്പനെ പോലെയും മൂത്ത സഹോദരിയെ അമ്മയെ പോലെയും. ഇപ്പൊ നോക്കണം, ഈ എൽഡർ എന്ന് പറയുന്നത് ഒരു പദവിയല്ല. പലപ്പോഴും നമ്മുടെ മധ്യത്തിലും ഒരു പദവിയാണ് പലരും എണ്ണുന്നത്. ഭവനത്തില് മൂത്ത ജ്യേഷ്ഠൻ, ഇപ്പൊ എൻ്റെ വീട്ടിലെ മൂത്ത ജ്യേഷ്ഠൻ ഞാനാണ്. ഞാൻ കുടുംബത്തിൽ തന്നെയും ഏറ്റവും മൂത്തത് ഞാൻ തന്നെയാണ്. അത് മൂത്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മാതൃക, മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൂത്തവനെ എങ്ങനെയാണ് ഫൽസിക്കാതെ അപ്പനെ പോലെ. എൽഡർ വൺ ഈസ് എ റോൾ മോഡൽ ഇൻ ദ ഫാമിലി. ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നത് മൂത്ത സഹോദരിയും ആരാകുന്നു? ഇളയ സഹോദരങ്ങൾക്ക് ആരാണ്? ഒരു മാതൃകയുള്ളവൻ. നോക്കുക, ഈ റിലേഷൻഷിപ്പ്, സഹോദര്യ ബന്ധം നിലനിർത്തുവാനായിട്ട് ഉള്ള ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഒരു മാതൃകയുള്ള ജീവിതം. മാതൃക അല്ലേ? ഇവിടെ യോഹന്നാന് ഇവിടെ പറയുന്നത് എന്താണ്? അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുമ്പോൾ, നീ ശുഭമായും സുഖമായും ഇരിക്കട്ടെ. അപ്പോഴേ ബീയിങ് എൻ എൽഡർ,
ഒരു മൂത്ത സഹോദരൻ എന്നുള്ള നിലയിൽ ഗായോസിനെ പറ്റി ഇവിടെ പറയുന്നത് നീ സുഖമായിട്ടിരിക്കണം, നീ ശുഭമായിട്ടിരിക്കണം. അപ്പൊ യോഹന്നാന്റെ ആഗ്രഹം എന്താണ്? യോഹന്നാന്റെ ആഗ്രഹം ഗായോസിന്റെ ജീവിതം എങ്ങനെയായിരിക്കും? ശുഭമായിരിക്കണം, സുഖമായിരിക്കണം, അല്ലേ? താൻ അതിനുവേണ്ടി പ്രയത്നിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാകുന്ന ആര്? അതുകൊണ്ടാണ് താന്, ഞാനതാ പറഞ്ഞത്, ഇതൊരു സഭയ്ക്ക് എഴുതിയ എഴുത്തല്ല, പിന്നെന്താണ്, ഒരു വ്യക്തിക്ക് എഴുതിയ എഴുത്താണ്. നീ സുഖമായും ശുഭമായും ഇരിക്കട്ടെ. അപ്പൊ നോക്കുക, ഒരു ബീങ് ആസ് എൽഡർ ബ്രദർ, ഹിസ് എക്സ്പെക്ടേഷൻ ഷുഡ് ബി ഇൻ ദിസ് മാനർ. ഒരു മൂത്ത സഹോദരന്റെ ആഗ്രഹം ഇളയ സഹോദരങ്ങളെ പറ്റിയും അവര് ശുഭമായിട്ടും സുഖമായിട്ടും ഇരിക്കുക എന്നുള്ളതാകുന്നു, അല്ലേ? അപ്പൊ നോക്കുക, ഒരു എൽഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസംബ്ലി ആയിക്കോട്ടെ, ഭവനത്തിലായിക്കോട്ടെ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ ഗുണത്തിനു വേണ്ടിയും മറ്റുള്ളവരുടെ സുഖത്തിനു വേണ്ടിയും പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ഇതിനുള്ള ബന്ധത്തിൽ നമ്മൾ തീമോത്തി ലേഖനം, തീത്തോസ് ലേഖനം എല്ലാം പിന്നീട് വായിക്കുക. അവിടെ നമുക്കറിയാം, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എനിവേ, ഇവിടെ നമ്മൾ വായിക്കുന്നത് ഫിലിപ്പ് ലേഖനത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഓടിക്കാം. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 3 മുതൽ 4 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പ് ലേഖനം 2:3-4. ശാഠ്യത്താലോ, ഓക്കെ, അവിടെ 2 വാക്ക് ഉപയോഗിക്കും. ഒന്ന് ശാഠ്യവും ദുരഭിമാനവും. അതായത് ഇംഗ്ലീഷിൽ സെൽഫിഷ് അംബിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സ്വാർത്ഥ ചിന്താഗതി. ദുരഭിമാനം എന്നല്ല, ഇംഗ്ലീഷിലെ അർത്ഥം ഇച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന് ശാഠ്യം, അത് ശരിയാണ്. മറ്റേന്താണ്? സ്വാർത്ഥ ചിന്താഗതി, അല്ലേ? ഫിലിപ്പിയ സഭയിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നം ഉണ്ടാകുന്ന കാരണം ഇതാണ്: ചിലർ ശാഠ്യപ്രകാരം പ്രവർത്തിക്കുന്നു, പിന്നെന്താണ്, സ്വാർത്ഥ ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നു. ഇത് വളരെ വാസ്തവമാണ്. ഈ കുടുംബ ജീവിതത്തിൽ ആ സാഹോദര്യ ബന്ധം തകർന്നുകൊള്ളാർക്ക് കാരണം ഇവിടെ ബൈബിൾ പറയുന്നുണ്ട്, ശാഠ്യവും എന്താണ്, സ്വാർത്ഥ ചിന്താഗതി. അത് കുടുംബത്തിൽ തന്നെയല്ല, സഭയിലും ഒതുങ്ങി. വളരെ വേദനയോടുകൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു സംഗതിയാണ്. ഒരു സഹോദരൻ എടക്കര അസംബ്ലിയിലായിരിക്കും, അടുത്ത സഹോദരൻ മുപ്പിനി അസംബ്ലിയിലായിരിക്കും. കാരണം എന്താണ്? രണ്ടുപേരും ഒന്നിച്ച് ആരാധിക്കാനുള്ള ബുദ്ധിമുട്ട്. ഓർക്കണം, അവിടെ പോയി അപ്പം മുറിച്ചാലും വേറെടുത്ത് പോയി അപ്പം മുറിച്ചാലും രണ്ടുപേരും പാപത്തിൽ അവസിക്കുന്നത് അത് മറന്നു പോകരുത്. കാരണം എന്താണ്? ശാഠ്യവും ദുരഭിമാനവും, അത് ശരിയാണ്. ശാഠ്യവും പിന്നെന്താണ്? സ്വാർത്ഥത. നമ്മൾ ബൈബിളിലേക്ക് പല ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് സഹോദര്യ ബന്ധത്തോടുള്ള ബന്ധത്തില് കായൻ ആബേലിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കായന്റെ ജന്മത്തോടുകൂടി ഈവ് ഹവ്വായെ വളരെ സന്തോഷിച്ചു, എനിക്കൊരു പുരുഷ സന്തതിയെ ലഭിച്ചു എന്നുള്ളത്. വളരെ അഭിമാനത്തോടു കൂടിയായിരുന്നു ആ കുഞ്ഞിന്റെ ജന്മം ഹവ്വ കൊണ്ടാടിയത്. എന്നാൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ്? ഈ കായന്റെ ജീവിതത്തിൽ കായനും എന്ത് ചെയ്തു? ബലി കഴിക്കാനായിട്ട് പോയി, അല്ലേ? ഹാബേലും ബലി കഴിക്കാനായിട്ട് പോയി. പിന്നെ എന്നാൽ ഇവിടെ വായിക്കുന്നത് എന്താണ്? ഹാബേലിന്റെ ബലി ദൈവം സ്വീകരിച്ചു, കായന്റെ ബലി സ്വീകരിച്ചത്. അപ്പോൾ ഒരു കാര്യം ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ചോദിച്ചു കൊള്ളട്ടെ, എങ്ങനെയാണ് മനസ്സിലായത് ദൈവം സ്വീകരിച്ചില്ല എന്ന്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതെ, ഹൃദയത്തിൽ. ഓക്കെ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നാം ആദിമകാലത്തെ യാഗങ്ങളെ പറ്റി നാം പഠിക്കുമ്പോൾ ദൈവം അബ്രാമിനോട് പറഞ്ഞു, പാറമേല് യാഗവസ്തു വെക്കാൻ പറഞ്ഞു. അബ്രാം വെച്ചു, അവൾ ഉറങ്ങിപ്പോയി. വീണ്ടും സന്ധ്യ ആയപ്പോൾ ദൈവം എന്ത് ചെയ്തു? സമയമില്ലാത്ത പെട്ടെന്ന് പറയുകയാണ്, ദൈവം തന്നെ സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്തു?
തീയിറക്കി അത് ദഹിപ്പിച്ചു. ഗിദെയോന്റെ ജീവിതത്തിലും അത് കാണാൻ സാധിക്കുന്നുണ്ട്. ഗിദെയോനെ പറ്റി നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെയും ദൈവം തന്നെയാണ് എന്ത് ചെയ്തത്? ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 6 വേഴ്സ് 21 കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവം തന്നെയാണ് ആ യാഗത്തെ എന്ത് ചെയ്ത് സ്വീകരിച്ചത്. അപ്പൊ നോക്കുക, അന്ന് ഈ യാഗവസ്തു കൊണ്ട് വെക്കത്തേ ഉള്ളൂ. ആ യാഗത്തെ സ്വീകരിക്കുന്നത് ആരാണ്? ദൈവം തന്നെയാണ്. സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്തത്? നമ്മളെ ബൈബിളിലെ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞത് എന്താണ്? സമാഗമന കൂടാരം സൃഷ്ടിച്ച ശേഷം ദൈവം തന്നെ സ്വർഗത്തിൽ എന്ത് ചെയ്തു? തീ ഇറക്കി. പിന്നീട് പറഞ്ഞു, അന്യ തീയ് എൻ്റെ ആലയത്തിൽ വരുവാൻ പാടില്ല. അപ്പൊ നോക്കുക, കായേന് എങ്ങനെ മനസ്സിലായി എൻ്റെ യാഗം ദൈവം സ്വീകരിച്ചില്ല എന്നുള്ളത്? കാരണം ദൈവം അവിടെ തീയെ ഇറക്കി. എന്നാൽ ഹാബേലിന്റെ യാഗത്തെ ദൈവം എന്ത് ചെയ്തു? തീ ഇറക്കി. അതെന്ത് ചെയ്തു? ഭസ്മമായി പോയി. അപ്പൊ നോക്കുക, അവിടെ ഒരു ശാഠ്യം. ആർക്കാ ശാഠ്യം ഉണ്ടായത്? ദൈവം അവിടെ പറഞ്ഞു, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, നീ അതിനുവേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവന്റെ ശാഠ്യം, ദുരഭിമാനം, എന്താ സംഭവിച്ചത്? ദുരഭിമാനത്താല് താൻ ഒരിക്കലും ആ റിലേഷൻഷിപ്പ്, സഹോദരങ്ങൾ തമ്മിലായിരിക്കുന്ന ബന്ധം അവിടെ നശിപ്പിക്കുകയാണ് ചെയ്തത്. തൻ്റെ സഹോദരനെ കൊല്ലുകയാണ് ചെയ്തത്. ഓർക്കണം, ഈ സഹോദര ബന്ധം നാം പുലർത്തുന്നില്ല എങ്കിൽ നാം നമ്മുടെ സഹോദരങ്ങളെ നശിപ്പിക്കുകയാണ്. ഒരിക്കലും മറന്നുപോകരുത്. ചിലപ്പോൾ വാക്കുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം. കായേന് തൻ്റെ കൈകൾ കൊണ്ടാണ് തൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ ശാഠ്യവും അതുപോലെ സ്വാർത്ഥ ചിന്താഗതിയും എത്രയോ പേരുടെ പിന്മാറ്റത്തിന് കാരണമായി തീരുന്നുണ്ട്. ഓർക്കണം, ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, നാം ആരാകുന്നു? വിശുദ്ധ സഹോദരന്മാർ എന്നുള്ള വിളിയാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചത്. ആ സാഹോദര്യ ബന്ധത്തിന് ദൈവം വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. ഒന്ന് ഓർക്കണം, എത്രയോ കുടുംബങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഈ സാഹോദര്യ ബന്ധം നഷ്ടപ്പെട്ടതുകൊണ്ട് പിന്മാറിപ്പോയിട്ടുണ്ട്. എത്രയോ കുടുംബങ്ങളാണ് സഭയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവജനം നമ്മെ ഓർപ്പിക്കുകയാണ്. എന്താണ്? ആ സാഹോദര്യ ബന്ധത്തെ പറ്റി. രണ്ടാമതായിട്ട് നമ്മൾ യാക്കോബിനെ ഏശാവിനെ പറ്റി നാം ചിന്തിച്ചു നോക്കുക, അല്ലേ? ഒരേ അപ്പൻ്റെ മക്കള്. നമുക്കറിയാം, ദൈവം തന്നെ ഉൽപ്പത്തി പുസ്തകം 25:23 പറയുന്നുണ്ട്, മൂത്ത മകൻ എന്ത് ചെയ്തു? ഇളയവനെ. എൽഡർഷിപ്പ് അവിടാണ് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. എൽഡർ വിൽ സെർവ് ദ യങ്ങർ. എൽഡർ എന്നുള്ള പദം മൂത്ത മകൻ, അല്ലേ? എന്നാൽ ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു അത്. ഏതാണ്? മൂത്തവൻ ഇളയവനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മീയ ജീവിതത്തിൽ അവൻ്റെ സുഖത്തിനും അവൻ്റെ ആത്മീയ വളർച്ചയ്ക്കും അവൻ്റെ ഭൗതിക വളർച്ചയ്ക്കും സഹായമായി തീരുക. നമുക്കറിയാം, ദൈവം അബ്രാഹാമിനെ വിളിച്ചപ്പോൾ ദൈവം അബ്രാഹാമിനോട് പറഞ്ഞെന്താണ്? ഐ വിൽ ബ്ലസ് യുവർ ഡിസെൻഡൻസ്. ഞാൻ നിന്റെ സന്തതികളെ അനുഗ്രഹിക്കും. യേശാവും അനുഗ്രഹിക്കപ്പെട്ടവനായതുകൊണ്ടാണ് യാക്കോവും. എന്നാൽ നമ്മൾ ഓർക്കേണ്ടത്, അവിടെ അതല്ല നടന്നത്. യേശാവിനെ പറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്, യേശാവ് എന്ത് ചെയ്തു? തൻ്റെ ജ്യേഷ്ഠാവകാശം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പുത്രത്വം. നമ്മൾ എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 15-ഉം 16-ഉം വാക്യം വായിക്കുമ്പോൾ യേശാവിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്, അവൻ അഭക്തൻ എന്ന് പറയുന്നുണ്ട്. തൻ്റെ ജ്യേഷ്ഠാവകാശം വിറ്റു. അപ്പോൾ തൻ്റെ ജ്യേഷ്ഠാവകാശം വിറ്റപ്പോൾ അവൻ്റെ പുത്രത്വവും അവന് നഷ്ടപ്പെട്ടു. യാക്കോബിനെ പറ്റി നമ്മൾ കാണുമ്പോൾ അവന് ചതിയനുമായിരുന്നു. നോക്കുക, ഉത്തരവാദിത്വ ബോധം രണ്ടുപേർക്കും ഇല്ലാതായിപ്പോയി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട അബ്രഹാം മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഭവനമാണ്. എന്നാൽ ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ബന്ധം, സഹോദര ബന്ധം അവിടെ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? രണ്ടുപേരുടെയും മനസ്സിൽ ഭൗതിക ചിന്താഗതികളാണ്.
അവസാനം നമുക്കറിയാം യാക്കോബ് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. ഇവിടെ എന്താണ്, ജീവനും കൂടെ ഓടേണ്ടതായിട്ടും വന്നു. നോക്കുക, ദൈവത്തിൻ്റെ വചനം നമുക്ക് ആ ഒരു സാഹോദര്യ ബന്ധത്തിൻ്റെ പ്രാധാന്യം എന്തേന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഞാനൊരു വ്യക്തിയെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൻ്റെ 3ഉം 4ഉം വാക്യമാണ്. ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. 37-ന്റെ 3ഉം 4ഉം. ജോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് എല്ലാ മക്കളും വെച്ചും അധികം സ്നേഹിച്ചു ഒരു അങ്കി ഉണ്ടാക്കി. എന്നാലേ അതിൻ്റെ മേളത്തെ വാക്യം കൊണ്ട് വായിച്ചപ്പെട്ടു. യാക്കോബിന്റെ വംശപാരമ്പര്യമെന്നാൽ യോസേഫിന് 17 വയസ്സായപ്പോൾ അവൻ തന്റെ സഹോദരന്മാരുടെ കൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തന്റെ അപ്പന്റെ ഭാര്യമാരായ ഗിരിജയുടെയും സീത്തയുടെയും പുത്രന്മാരോട് കൂടെ ഇരുന്നു. അതിനെക്കുറിച്ചുള്ള പുസ്തകത്തിൽ യോസേഫ് വാക്യം വളരെ ശ്രദ്ധിച്ചു വെക്കണം. പിന്നെ യോസഫ് വാർദ്ധക്യത്തിൽ ഉണ്ടായ മകൻ എന്നുള്ളത് ശരിയാണ്. എന്നാൽ തൻ്റെ വാർദ്ധക്യകാലത്ത് തനിക്ക് സന്തോഷമായി തീർന്ന, ആനന്ദമായി തീർന്ന ഒരു പുത്രനാണ് ആര്? ജോസഫ്. കാരണം എന്താണ്? സമയത്തിൻ്റെ കുറവ് പെട്ടെന്ന് ഇങ്ങ് പറഞ്ഞു പോവുക. ഇവിടെ ഏജും പറയുന്നുണ്ട്. എത്ര വയസ്സാണ്? 17. നമുക്ക് ഓർക്കണം, പേരൻസ് എല്ലാം ഓർക്കേണ്ട സംഗതിയാണ്. ഈ കൗമാരപ്രായം എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിരിക്കുന്ന ഒരു സമയമാണ്. കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇന്നത്തെ കാലത്ത്. ഇന്ന് മൊബൈലൊക്കെ ഉള്ളതിനാൽ എന്തെല്ലാം ആണ് കാണുന്നതെന്ന് നമുക്ക് പോലും അറിയാം. നമുക്ക് പലപ്പോഴും ഈ മൊബൈൽ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പോലും അറിയില്ല. എന്നാൽ കൊച്ചു കുഞ്ഞാകുമ്പോഴേ അവർക്കറിയാം ആ വിരലുകൊണ്ട് എങ്ങനെ പോകും. ഈ കൗമാരപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തെറ്റിപ്പോകുന്ന ഒരു അപകടം പിടിച്ച സമയമാണ്. ഈ അപകടം പിടിച്ച സമയത്ത് തൻ്റെ 11 പുത്രന്മാരെ പറ്റി 10 പുത്രന്മാർ, ഒരുവൻ ബെഞ്ചമിന് അപ്പൻ്റെ കൂടെയാണ്. ഈ 10 പുത്രന്മാരെ പറ്റി എന്താണ് കേൾക്കുന്നത്? അവർ ദുഷ്പ്രവർത്തിക്കാരായിരുന്നു. ഈ 10 പുത്രന്മാരോടുകൂടി ജോസഫും ആടിനെ മേയ്ക്കാൻ പോയിരുന്നു. എന്നാൽ ഈ സഹോദരന്മാർ, തൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരുടെ പാപത്തിനും ദുഷ്കർമ്മത്തിനും ജോസഫ് ഒരിക്കലും എന്ത് ചെയ്തില്ല, കൂട്ട് നിന്നില്ല. നോക്കുക, തൻ്റെ അപ്പൻ എന്തുകൊണ്ട് തന്നെ സ്നേഹിച്ചു. കാരണം ഇതാണ്, എൻ്റെ വാർദ്ധക്യത്തില് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പുത്രൻ എനിക്കുണ്ട്. ബാക്കി മക്കളെക്കാളല്ല. നമുക്ക് 49 അധ്യായത്തിലേക്ക് വരുമ്പോൾ 12 മക്കളെ പറ്റി ഓരോന്ന് പറയുന്നുണ്ട്. നമ്മൾ വായിച്ചാൽ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഒരപ്പന് തൻ്റെ മക്കളെ പറ്റി എന്തെല്ലാം പറയാനുണ്ടായിരുന്നു. എന്നാൽ ഈ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അപ്പന് വലിയൊരു സന്തോഷമായിരുന്നു. തനിക്ക് എന്താണ്, താൻ സ്നേഹിക്കാനുള്ള കാരണം എന്താണ്? എന്നാൽ ബെഞ്ചമിനെ എന്തുകൊണ്ട് സ്നേഹിച്ചില്ല? എന്തുകൊണ്ട് ജോസഫിനെ സ്നേഹിച്ചു? കൗമാരപ്രായത്തിൽ ദൈവത്തെ അറിഞ്ഞിരിക്കുന്ന ഒരു പൈതലായിരുന്നു. ഒറ്റ കാരണമാണ് എന്ത് ചെയ്തു ജോസഫിനെ തൻ്റെ പിതാവ് സ്നേഹിക്കാനുള്ള. ഇവിടെ നമ്മൾ വായിക്കുന്നത് അവന് വേണ്ടി എന്ത് ചെയ്തു? ഒരു അങ്കി തയ്പ്പിച്ചു കൊടുത്തു. നമ്മൾ ഈ അങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കണം. ഭവനത്തിൻ്റെ കാര്യാദികൾ നോക്കുവാനായിട്ടും സഹോദരങ്ങളെ സംരക്ഷിപ്പാനായിട്ടും അവരുടെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിപ്പാനായിട്ടും ഒരു വ്യക്തിയെ ആര് കണ്ടുപിടിച്ചു? 12 മക്കളുടെ മധ്യത്തിലെ ആരെ കണ്ടുപിടിച്ചു? ജോസഫ്. നമുക്കറിയാം, ലേയയുടെ മകനാണ് റൂബേൻ, ഫസ്റ്റ് മൂത്ത മകനാണ്. 49 അധ്യായത്തിന് 3-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് റൂബേനെ പറ്റി, റൂബേൻ്റെ പാപത്തെ പറ്റി ഇവിടെ പറയുന്നു. അപ്പോൾ എത്രമാത്രം യാക്കോബ് ദുഃഖിതനായിരുന്നു അല്ലേ? റൂബേൻ മൂത്ത മകനാണ്. പക്ഷെ ആ ജ്യേഷ്ഠാവകാശം റൂബേന് കിട്ടിയില്ല. പിന്നെ ആർക്കാ കിട്ടിയത്? അത് നോക്കുന്ന അവസരത്തിൽ റാഹേലിന്റെ ആദ്യത്തെ പുത്രനാണ് ആര്? ജോസഫ്.
അപ്പൊ ജോസഫിനാണ് എൽഡർഷിപ്പ്, ഭവനത്തിന്റെ കാര്യങ്ങളെ ക്രമീകരിച്ചു കൊണ്ട് നടക്കുവാനായിട്ട് സഹോദരങ്ങളെ സംരക്ഷിക്കാനുള്ള ശുശ്രൂഷ ആരാണ് ഏൽപ്പിച്ചത്? കാരണം എന്താണ്? യാക്കോബ് കണ്ടത് ആത്മീയ മെച്യൂരിറ്റി ഉള്ളതായിരിക്കുന്ന ഒരു പുത്രൻ, എൽഡർ എന്നുള്ള പദവിയിൽ ഇരിക്കേണ്ടതായിരിക്കുന്ന ഒരു വ്യക്തി ആരാകുന്നു? ജോസഫ്. മനസ്സിലായല്ലോ? എൽഡർ എന്ന് പറഞ്ഞാൽ, മൂപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രായത്തിലല്ല. പലപ്പോഴും അസംബ്ലികളിലെ ഏറ്റവും വലിയൊരു പരാജയമാണ് പ്രായം വന്നു കഴിഞ്ഞാൽ മൂപ്പന്മാരായിപ്പോയി. അതുകൊണ്ട് എന്താ പറ്റുന്നത്? സഭയ്ക്ക് വളർച്ച വേണ്ട നിലയിൽ വളർച്ച വരുന്നില്ല, ഭവനത്തിന് വളർച്ച വേണ്ട നിലയിൽ വളർച്ച വരുന്നില്ല. പണ്ട് കാലത്തെയൊക്കെ ഓർക്കുമ്പോഴേ ഭവനത്തിൽ മൂത്ത ഒരു സഹോദരനുണ്ടെങ്കിൽ ആ സഹോദരനായിരിക്കും എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യുന്നത്. ആ സഹോദരനോട് ചോദിക്കുക, മൂത്ത സഹോദരനോട് ചെയ്യാൻ ഒരു കാര്യം ആരും ചെയ്യത്തില്ല. ഇന്നോ അതെല്ലാം മാറിപ്പോയി. എല്ലാം മാറി. എല്ലാവരും എന്താണ്, ശാഠ്യം കൊണ്ടും സ്വയിച്ഛ കൊണ്ടും എന്ത് ചെയ്തു? ആ സിസ്റ്റമേ മാറിപ്പോയി. എന്നാൽ ഓർക്കണം, ദൈവത്തിന്റെ വചനത്തിന്റെ സിസ്റ്റം ഇതുവരെ മാറിയിട്ടില്ല. ആ എൽഡർഷിപ്പ് എന്നുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതിനെയാവുന്നു ഇന്ന് പുതിയ നിയമ സഭയിലും എൽഡർ എന്നുള്ള പദത്തിൽ വന്നിരിക്കുന്നത്. ആ സഹോദര്യ ബന്ധം എന്താണ്? പ്രായത്തിന്റെ ആധിക്യത്തിലല്ല, പിന്നെയോ അവിടെ ആത്മീയ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ആത്മീയ പക്വത. നോക്കുക, ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ജോസഫിന് ഒരു ആത്മീയ 17-ാമത്തെ വയസ്സിൽ തന്നെ ജോസഫിന് എന്തുണ്ടായിരുന്നു? നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള പക്വത ഉണ്ടായിരുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, സെക്യുലർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീയ പക്വത നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ, നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേകബുദ്ധി നാം കൊടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെങ്കിലും ചെന്ന് വീഴത്തേ ഉള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരാജയം ഇത് തന്നെയാവുന്നു. ആത്മീയ പക്വതയ്ക്ക് നാം പ്രാധാന്യം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. യാക്കോബിന്റെ വാർദ്ധക്യകാലത്ത് യാക്കോബിന് വലിയ സന്തോഷമായി. എൻ്റെ 12 മക്കളിൽ ഒരാളെങ്കിലും ആത്മീയ പക്വതയുള്ളൂ. പിന്നീട് വായിക്കുന്നുണ്ട്, അതിൻ്റെ കീഴ്പ്പെട്ട് നമ്മൾ വായിക്കുമ്പോൾ എന്താകുന്നു? 37-ാം അധ്യായത്തിൽ തന്നെ അവിടെ വായിക്കുന്നുണ്ട്. എന്താണ്? തനിക്ക് ദർശനം ഉണ്ടായിരുന്നു, അല്ലേ? നമ്മൾ ഈ ദർശനം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാർ അത് തന്നെയില്ല. എന്നാൽ ഇവിടെ ദൈവം ആർക്ക് ദർശനം കൊടുത്തു? ജോസഫിന് ദർശനം കൊടുത്തു. ദൈവവചനം പറഞ്ഞിരിക്കുകയാണ്, ദർശനമില്ലാത്തടത്ത് ദൈവം അധോഗതി പ്രാപിക്കുന്നു. ജനം അധോഗതി പ്രാപിക്കുന്നു. ദർശനമില്ല എങ്കിൽ ദൈവജനം അധോഗതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. Where there is no vision, there people perish. ജോസഫിനെ പോലെ ആത്മീയ പക്വതയുള്ള ദൈവജനത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഓരോ പേരൻസിന്റെയും കർത്തവ്യം. ഈ കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ മരിക്കുന്നവരെയും നമ്മൾ കുഞ്ഞുങ്ങൾ കൊടുക്കേണ്ട ഒരു വാക്ക് ഇതാണ്. എന്താണ്? അങ്ങനെ നീ ആരാകുന്നു, അല്ലേ? ആ ഒരു സഹോദര്യ ബന്ധം, ആത്മീയ പക്വത നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു ആത്മീയ പക്വതയുള്ള തൻ്റെ സഹോദരന്മാരോട് ചേർന്ന് ദുഷ്കർമ്മത്തിന് കൂട്ടുനിന്നില്ല. സഹോദരന്മാരെന്ത് ചെയ്തു? തന്നെ ഉപദ്രവിച്ചു. നമുക്ക് കഥയേറെ, ഞാൻ കഥയിലേക്ക് പോകുന്നില്ല. അവസാനം പൊട്ടക്കിണറ്റിലിട്ടു. പൊത്തിഫർ ഭവനത്തിൽ പോയി. അവിടെ എന്ത് ചെയ്തു? താൻ പാപം ചെയ്തില്ല, അതുകൊണ്ട് ജയിലിൽ കൊണ്ടുവന്നു, അല്ലേ? ഇവിടെ എല്ലാം നമ്മൾ വായിക്കുന്നത് ഒരു വാക്യം പ്രത്യേകിച്ച് വായിക്കുന്നത്, ഗോഡ് വാസ് വിത്ത് ഹിം. ദൈവം അവനോടുകൂടെ
ഉണ്ടായിരുന്നു. എനിക്ക് ആ വാക്യം വലിയ സന്തോഷമാണ്, അല്ലേ? പൊത്തിഫറിന്റെ ഭവനത്തിലായിരുന്നപ്പോൾ ദൈവം തന്നോട് ഉണ്ടായിരുന്നു, ജയിലിലായിരുന്നപ്പോൾ ദൈവം തന്നോടുകൂടെ ഉണ്ടായിരുന്നു. പിന്നീട് വായിക്കുന്നത് ദൈവം തന്നെ എവിടെയാക്കി? ഈജിപ്തിലെ രാജാവിന്റെ മന്ത്രിയാക്കി മാറ്റി. എന്താ രാജാവിനെ പറഞ്ഞ ഫറവോൻ എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ആത്മാവുള്ള ഇതുപോലെ ഒരു യൗവനക്കാരെ നമുക്ക് കണ്ടുകിട്ടാൻ സാധിക്കുമോ? നോക്ക്, ആരാ പറഞ്ഞത്? സാക്ഷ്യം പറഞ്ഞത് ആ അപ്പനല്ല പറഞ്ഞത്. നമ്മുടെ മക്കളെ പറ്റി നല്ല നല്ല സാക്ഷ്യങ്ങൾ പറയും, അല്ലേ? നമ്മുടെ മക്കളുടെ തെറ്റുകളെ ഒരിക്കലും നമ്മൾ പറയുകയില്ല. എന്നാൽ ഇവിടെ ഫറവോൻ രാജാവ് തന്നെ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഇതുപോലെ ഒരു യൗവനക്കാരനെ നമുക്ക് ലഭിക്കുമോ? എന്നിട്ടാണ് നീ ചെയ്തത്? ആ ജയിൽ പുള്ളിയെ ആരാക്കി തീർത്തത്? മന്ത്രിയാക്കി തീർത്തത്, ഉന്നത സ്ഥാനത്തിലേക്ക്. നമുക്കതറിയാം. അതിനുശേഷം പട്ടിണി ഉണ്ടായി, സഹോദരന്മാര് ഈജിപ്തിലേക്ക് പോയി, അല്ലേ? പിന്നെ നമ്മൾ കീപ്പെട്ട് വായിക്കുന്നതായിട്ട് നമുക്കറിയാം. അതിൻ്റെ 50-ാം അധ്യായത്തിലേക്ക് വരാം. 50-ാം അധ്യായത്തിലേക്ക് 50-ന്റെ 19-ഉം 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. ഉൽപ്പത്തി 50-ന്റെ 20-ാമത്തെ. നോക്കുക, അങ്ങനെ നമുക്ക് കഥ അറിയാം. ഇസ്രായേൽ മക്കള് ജോസഫ് മുഖാന്തരം ഇവിടെ വന്നു, ഈജിപ്തിലേക്ക് വന്നു. അവിടെ ഈജിപ്തിൽ വന്നിട്ട് യാക്കോബ് അവിടെ മരിക്കുന്നു. യാക്കോബിനെ അവർ എന്ത് ചെയ്തു? അബ്രഹാം ഉണ്ടാക്കിയായിരിക്കുന്ന ആ സ്ഥാനത്ത് കൊണ്ട് അടക്കി. പിന്നീട് നമ്മൾ കാണുന്നതിന് ശേഷം ഈ സഹോദരന്മാർ 11 പേരും ജോസഫിൻ്റെ മുൻപിൽ മുട്ടുമടക്കുകയാണ്. കാരണം എന്താണ്? ഇപ്പോൾ ഞങ്ങൾ ചെയ്ത ദുഷ്പ്രവൃത്തിക്ക് തക്ക ശിക്ഷ ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള നിലയിൽ, അല്ലേ? പേടിച്ച് വിറച്ചുകൊണ്ടാണ് അവരെ ചെല്ലുന്നത്. എന്നാൽ സഹോദരന്മാരോട് ജോസഫ് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്ത് ചെയ്തു? എനിക്ക് ദോഷം ചെയ്തു, പക്ഷെ ദോഷം എന്തായി മാറി? നിങ്ങളുടെ നന്മയ്ക്ക് കാരണമായി തീർന്നു എന്ന് പറഞ്ഞാല് ജോസഫിന്റെ ജീവിതത്തേക്ക് നോക്കുമ്പോൾ, തനിക്ക് ദർശനം കിട്ടിയ സമയം മുതൽ പിന്നുള്ള ജീവിതത്തിൽ നോക്കുമ്പോൾ എന്താണ്? സഹോദരന്മാരുടെ നന്മയാണ് താൻ ആഗ്രഹിച്ചത്. സഹോദരന്മാരെ കൈകിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവരെ ഒതുക്കും, ഞാൻ അവരെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നല്ല താൻ ചിന്തിച്ചത്. പിന്നെന്താണ്? എൻ്റെ സഹോദരന്മാർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ തന്നെയും അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് നന്മ ചെയ്യും. ഈ ഒരു ചിന്താഗതി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, സഹോദര ബന്ധങ്ങളിൽ ഒരു കോട്ടവും സംഭവിക്കുകയില്ല. സഭയിൽ ഒരു കോട്ടവും സംഭവിക്കുകയില്ല. യോസഫ് ഇത്രമാത്രം പീഡനങ്ങൾ അനുഭവിച്ചു, അല്ലേ? ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ വന്നപ്പോഴേ ദൂരവേ കണ്ടു, റെക്കഗ്നൈസ് ചെയ്തു, തിരിച്ചറിഞ്ഞു ഇതെൻ്റെ സഹോദരന്മാരാകുന്നു എന്ന്. അന്നേരം വേണമെങ്കിൽ നന്നായിട്ടിട്ട് പൂശായിരുന്നു, അല്ലേ? താൻ പൂശണ്ടായിരുന്നു, എന്ത് ചെയ്താൽ മതിയായിരുന്നു? പട്ടാളക്കാരൊന്ന് വിട്ടാൽ മതിയായിരുന്നു. നാളിൽ കൊടുത്തിരുന്നു, അല്ലേ? എല്ലാത്തിനും വയറേറെ ഇഷ്ടം പോലെ കൊടുത്തരും, പിന്നെ ഞാൻ നോക്കിക്കോളാം. ചെയ്തോ? ചിലപ്പോൾ നമ്മളായിരുന്നെങ്കിൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്ന് പറയുന്നത് വിടുമോ? വിടത്തില്ലായിരുന്നു. നമുക്ക് അവസരം ഇല്ലെങ്കിൽ നമ്മൾ വിടത്തില്ല, പിന്നെ അവസരം കിട്ടുമ്പോഴല്ലേ. അപ്പൊ നോക്കുക, ജോസഫിനെ സംബന്ധിച്ച് ജോസഫിന്റെ ചിന്താഗതി, മനസ്സിൽ തൻ്റെ ഹൃദയത്തിൽ കൂടി കടന്നുപോയ ചിന്ത എന്താകുന്നു? എന്ത് വില കൊടുക്കേണ്ട വന്നാലും ആ സഹോദര ബന്ധത്തിന് ഞാൻ ഒരിക്കലും കോട്ടം വരുത്തുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, അല്ലേ? നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ എനിക്ക് ദോഷം ചെയ്തു, പക്ഷെങ്കിൽ ഈ ദോഷമെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് കാരണമായി തീർന്നു എന്നാണ് അവിടെ ജോസഫ് അവിടെ ഓർപ്പിച്ചത്. നോക്കുക, ജോസഫ്
ഒരു എൽഡർ എന്നുള്ള നിലയിൽ ഒരു റോൾ മോഡൽ, മറ്റുള്ളവർ അനുകരിക്കാൻ പറ്റുന്ന ഒരു നില. നാലാമത്തെ ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ അത് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. റോമർ 8:29. തൻ്റെ പുത്രൻ സഹോദരന്മാർക്ക് ആദ്യജാതൻ ആകേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരന്മാരുടെ എൽഡർ സൺ ആരാണ്? യേശു ക്രിസ്തു അല്ലെ. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം അത് തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് ബോൺ, ആദ്യജാതൻ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലേ. എബ്രായർ 2:17 നമ്മൾ വായിക്കുമ്പോൾ അവൻ സഹോദരന്മാർക്ക് സദൃശനായി തീർന്നു എന്നോട് വായിക്കുന്നുണ്ട്. എങ്ങനെയുള്ളതാകുന്നു? സഹോദരന്മാരുടെ ജ്യേഷ്ഠ മൂപ്പനായിരിക്കും സഹോദരൻ, എൽഡർ സണ്ണായിട്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ അതാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നത്, കാൺവീൻ നാം ദൈവമക്കളായി തീരുവാൻ എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നോക്കുക, ആ ഒരു സാഹോദര്യ ബന്ധം നമുക്ക് യേശു ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് യേശു ക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ലോകത്തിൽ എന്തുകൊണ്ട് കടന്നു വന്നു? ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ആദം പാപം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ആ സാഹോദര്യ ബന്ധം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കുന്ന നിലയിൽ തന്നെ ദൈവം വേറൊരു വ്യക്തിയാണ് വിളിച്ചത്, അബ്രാഹ്മനെയാണ് വിളിച്ചത്. പിന്നീട് ആ തലമുറയെ നോക്കുമ്പോഴേ ആ സാഹോദര്യ ബന്ധം നഷ്ടപ്പെടുത്തി. എന്നാൽ അതിൽ ഒരു വ്യക്തി ജോസഫിനെ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ, സാഹോദര്യ ബന്ധം നിലനിർത്തിയ ഒരു വ്യക്തി. ആ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു, അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, യേശു ക്രിസ്തുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. എന്നാൽ ഇത് അവൻ ദൈവത്തിൻ്റെ സ്വരൂപമാണ്. തന്നെ താഴ്ത്തി, ക്രൂശിലെ കഷ്ടം, ഈ സഫേർഡ് ദ ക്രോസ് ഓഫ് കാൽവറി, ക്രൂശിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? കഷ്ടം സഹിച്ചു. ഈ സഹോദരന്മാരെ നമുക്ക് സാഹോദര്യ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തണമെങ്കിൽ സഹോദരന്മാർക്ക് വേണ്ടി കഷ്ടപ്പെടാത്തോളം സഫർ ചെയ്യാത്തോളം കാലം ഒരിക്കലും ആ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അവിടെ മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുക. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. റോമാലേഖനം 12:10 വായിക്കാം. 12:10 സഹോദര പ്രീതിയിൽ സ്ഥായിപ്പൂണ്ട് അല്ലേ. നമുക്ക് റോമാലേഖനത്തിൽ നമ്മൾ ഓർപ്പിക്കുകയാണ്, സഹോദര പ്രീതിയിൽ എന്ത് ചെയ്യണം? സ്ഥായിപ്പൂൺ. വായിച്ച പിന്നീട് കേട്ട് വായിച്ചേ. അന്യോന്യം മുന്നിട്ട് കൊള്ളുവീൻ. നോക്കുക, നമ്മൾ ഓർക്കണം, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യ സത്യമുണ്ട്. എന്ത് സത്യമാണ്? സാഹോദര്യ ബന്ധത്തിന് വളരെ പ്രാധാന്യം ബൈബിൾ കൊടുക്കുന്നുണ്ട്. പലപ്പോഴും വിശ്വാസികളുടെ മധ്യത്തിലെ നഷ്ടപ്പെട്ടുള്ളവർക്ക് ബന്ധമാണ് ഏത് ബന്ധം? സഹോദര്യ ബന്ധം. പ്രിയമുള്ളവർ, നമ്മൾ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഈ ഒരു വാസ്തവം ഒരിക്കലും മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. സാഹോദര്യ ബന്ധം നാം നഷ്ടപ്പെടുത്തിയത് കീഴ്പ്പെട്ട് വായിക്കാം. നമുക്ക് 1 യോഹന്നാൻ 4:20-21 വായിക്കോടെ വായിക്കാം. കർത്താവിനെ സ്നേഹിക്കുന്നു പറയും, സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ എന്താണ്? ഇതാരാ പറയുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ പറയുന്നു. ആരെ കള്ളനാക്കിയത്? ഉറക്കെ പറയുന്നേ. നമ്മെ ഓരോരുത്തരെയുമാണ് അല്ലേ. പറയും, എന്നെ കള്ളനാക്കി.
കാരണം ഈ സഹോദരന്മാരെ സ്നേഹിക്കുകയില്ല എങ്കിൽ ദൈവത്തിന് സ്നേഹിക്കുന്നവരെയും സഹോദരങ്ങളെ സ്നേഹിക്കുകയില്ല എങ്കിൽ എന്താണ്? കള്ളനെന്ന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു, കാൺവീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ സ്നേഹബന്ധം, സഹോദര്യ ബന്ധം, ബ്രദർലി റിലേഷൻഷിപ്പ്. അതുകൊണ്ട് ഇബ്രാഹിത്തിൽ പറഞ്ഞിരുന്നത് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്കുക. നമ്മൾ ഓർക്കണം, നമ്മൾ ഈ ലോകത്തിൽ വസിക്കുന്നെങ്കിൽ തന്നെയും നമ്മൾ ഈ ലോകത്തിന്റെ വകയല്ല. നമ്മൾ ആരാണ്? നാം വിശുദ്ധ സഹോദരന്മാരാണ്. സ്വർഗത്തിൽ നിന്നാണ് നമ്മളെ വിശുദ്ധന്മാരെന്ന് എണ്ണിയിരിക്കുന്നത്. ആ ദൈവം തന്നെയാണ് നമ്മൾ പറയുന്നത്, നാം അന്യോന്യം സ്നേഹിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആരാണ്? ആരാണ്? കള്ളന്മാരെന്ന്. നോക്ക്, നമ്മൾ വിശ്വാസമുള്ള മധ്യത്തില് വീഴ്ച വന്ന വലിയൊരു ഭാഗമാണ് ഈ ഭാഗം. കുടുംബ ബന്ധങ്ങളിൽ സഹോദര സ്നേഹം, സഭയില് സഹോദര സ്നേഹം. അപ്പം ചുരുക്കും ഒരു പാത്രത്തിൽ നിന്ന് നാം കൈക്കൊള്ളും, പക്ഷെ എന്തില്ല? അന്യോന്യം പ്രിയമുള്ളവരെ, അത് നമ്മൾ ഓർക്കണം. ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ ഓർക്കണം. നാം ദൈവത്തെ സ്നേഹിക്കുന്നവരെയും അന്യോന്യം സ്നേഹിക്കുന്നില്ല എങ്കിൽ തന്നെ നമ്മൾ ആരാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, 133 സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ ദാവീദ് അവിടെ പറയുന്നുണ്ട്, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും. ആരൊക്കെയാണ്? 49 അധ്യായം ഉൽപ്പത്തി വായിക്കാൻ കഴിയും അല്ലേ? സിംഹവും പാമ്പും ഇങ്ങനെ സ്വഭാവമുള്ളവരാണ് അല്ലേ? എന്നാൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ കടന്നു വന്നപ്പോൾ ആരായി തീർന്നവര്? അവരുടെ ജീവിതത്തിൽ വ്യത്യാസം വന്നു. നമ്മൾ 49 വായിക്കുക, സഹോദരന്മാരാണെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അല്ലേ? കാട്ടുകഴുതയും ഒരപ്പൻ തൻ്റെ മക്കളെ പേര് വിളിച്ചിരിക്കുകയാണ്. ജോസഫിനെ പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണ്? ഫലപ്രദമായിരിക്കുന്ന ബാക്കി എല്ലാവരെ പറ്റിയും പറഞ്ഞിരിക്കുന്ന വാക്കുകൾ. നമ്മളാരും നമ്മുടെ മക്കളെ പറ്റി ഇങ്ങനെ വാക്ക് ഉപയോഗിക്കുമോ? നമ്മളാരും ഉപയോഗിക്കുകയല്ല. ഏതായാലും അപ്പൻ അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ആ ജനത്തെ കണ്ടുകൊണ്ടാണ് ദാവീദ് ഇവിടെ പറയുന്നത്, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരമാവും. ധാരാളം സഹോദരന്മാരെ ദൈവസന്നിധാനത്തിൽ വന്നപ്പോൾ there is a change in their life. അവരുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായി. പ്രിയമുള്ളവരെയും ആ സഹോദര സ്നേഹം, സഹോദര ബന്ധം ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നാം മരണം വരെയും ജോസഫിനെ പോലെ ആ സാഹോദര്യ ബന്ധം പുലർത്തുവാനായിട്ടാണ് ദൈവം നമ്മെ ആൽപ്പിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം ഓർപ്പിച്ചത്. എൽഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊസിഷനല്ല, ഒരു പദവിയല്ല, പിന്നെന്താണ്? ഒരു ശുശ്രൂഷയാണ്. എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ത്യാഗം സഹിക്കേണ്ടി വന്നു കഴിഞ്ഞാലും അവരുടെ ആത്മീയ വളർച്ച, അവർക്ക് നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? അധ്വാനിക്കും. അതാണ് ഒരു എൽഡർലി ബ്രദറിൻ്റെ, സഹോദരൻ്റെ കർത്തവ്യം. ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കുമാറട്ടെ. ഇന്ന് ഈ പ്രിയപ്പെട്ട ഭവനത്തിലേക്ക് കടന്നു വന്നിട്ട് നമുക്കൊന്നിച്ച് ഒരു കുടുംബ ഒരു ഫെലോഷിപ്പ് ഉണ്ടാക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. വരുംകാലങ്ങളിൽ ഈ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് മാനിക്കുമാറാവട്ടെ. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം.